അവൻ അവളെ പതിയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. റൂമിലെ AC ഓണാക്കി. അവിടെയുണ്ടായിരുന്ന പുതപ്പെടുത്ത് അവളുടെ മേലേക്ക് ഇട്ടുകൊടുത്തു. അവൻ ചെയ്യുന്നതെല്ലാം വിശ്വസിക്കാനാവാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചാരു. ഐ ആം സോറി, ഞാൻ അറിയാതെ. ആദ്യമായി അവൻ അവളോട് സൗമ്യമായി സംസാരിച്ചു. എന്നോട് ക്ഷമിക്കണം. എങ്ങനെ ഞാൻ ഇത്രക്കും ക്രൂരമായ ഒരു പെണ്ണിനോട് പെരുമാറിയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ദേവി തന്നെയല്ലേ എന്ന് ചാരു കണ്ണുകൾ തിരുമ്മി നോക്കി. എന്താ ഒന്നും പറയാത്തത്? സാധാരണ എല്ലാത്തിനും തറുതല പറയുന്ന അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ദേവിന്റെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥമാവാൻ തുടങ്ങി. അവൾ എന്തെങ്കിലും മറത്തു പറഞ്ഞ് വഴക്കിട്ടാൽ കുറച്ച് സമാധാനമായേനെ എന്നവൻ ഉള്ളാൽ ചിന്തിച്ചുപോയി. ഞാൻ എന്തു പറയാൻ? നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് പരാതിയും പരിഭവവും പറയാൻ അർഹതയില്ലല്ലോ. പണം നൽകി വാങ്ങിയ സാധനം എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം അത് വാങ്ങിയ ആൾക്കുണ്ട്. ആ സമയം ശരിക്കും അവനുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു വികാരമായിരുന്നില്ല എന്നവൻ അവളുടെ വാക്കുകളിലൂടെ തിരിച്ചറിയുകയായിരുന്നു. മറ്റൊരു പുരുഷന്റെയും കൂടെ അവളെ കാണാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. നിങ്ങളെ അങ്ങനെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ മറ്റെന്തൊക്കെയോ ചിന്തിച്ചുപോയി. നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ പോലും എനിക്കുണ്ടായില്ല. നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ആരുടെ കൂടെയും കിടക്ക പങ്കിടുന്ന വെറുമൊരു വേശ്യപ്പെണ്ണല്ലേ. അപ്പോ ഞങ്ങളെ അങ്ങനെ കണ്ട സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുകയുള്ളൂ. അവളുടെ വാക്കുകൾക്ക് മറുപടി നൽകാൻ അവന് സാധിച്ചില്ല. ഭാരമേറിയ ഹൃദയത്തോടെ ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്നും പോയി. അത്രക്കൊന്നും പറയേണ്ടിയിരുന്നില്ല. നിസ്സഹായതയോടെ അവൻ പോകുന്നത് കണ്ട് അവൾ ചിന്തിച്ചു. എന്താണ് ചാരു, മിസ്റ്റർ ആദിദേവ് മാളിയേക്കലിന് ഒരു ഇളക്കം? ഹേയ്, എന്തിളക്കം? ചെയ്യാതെ തെറ്റിനെ ശിക്ഷിച്ചതിലുള്ള വെറും കുറ്റബോധം. അത് ഏതൊരു മനുഷ്യനും തോന്നുന്ന സ്വാഭാവികമായ വികാരമല്ലേ. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഇനിയും വേദനകൾ ഏറ്റുവാങ്ങാൻ നിൽക്കണ്ട. അവൻ നിന്റേതല്ല. ഈ ജന്മം ഇനി നിന്റേതാവുകയുമില്ല. ചാരു സ്വയം അവളുടെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ദേവനേരെ അവിടെയുള്ള ബാൽക്കണിയിലേക്ക് പോയി അവിടെ ഇരുന്നു. ഞാൻ മുമ്പും അവളെ തല്ലിയിട്ടും വേദനിപ്പിച്ചിട്ടും ഒക്കെയുണ്ടല്ലോ. പക്ഷേ അന്നൊന്നുമില്ലാത്ത അസ്വസ്ഥത എന്താണ് എനിക്കിപ്പോ? അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ദേവ്. അവൻ സ്വയം ഇരുന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. ആ സമയം അവന്റെ ചിന്തകളെ കീറി മുറിച്ചുകൊണ്ട് ഫോൺ റിംഗ് ചെയ്തു. ഇഷ. സ്ക്രീനിൽ അവളുടെ പേര് കണ്ടപ്പോ ദേവിന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അധികം ആലോചിച്ചു നിൽക്കാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. നീയും നിന്റെ ഭാര്യയുമായുള്ള പ്രണയരംഗങ്ങൾ കാണിക്കാനാണോ നീ എന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഇഷ, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ അവിടേക്ക് വന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായി. എന്ത് കാര്യങ്ങൾ ദേവ്? ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ന്. ഇനിയും മോഹങ്ങൾ നൽകി എന്നെ വേദനിപ്പിക്കരുതെന്ന്. ഒരിക്കലുമില്ല ഇഷ. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നിലേക്ക് ചേർക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അവിടേക്ക് വന്നത്. പക്ഷേ അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അവൾ ബോധം മറിഞ്ഞു വീണപ്പോ എനിക്ക് അവളെ പിടിക്കേണ്ടി വന്നു. എനിക്ക് വേണ്ടിയാണ് നീ അവളെ കല്യാണം കഴിച്ചതെന്ന് കുറെ തവണ പറഞ്ഞല്ലോ നീ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും എന്നെ കണ്ട എന്റെ അടുത്തേക്ക് ഓടി വരേണ്ടതല്ലേ നീ? അവളെ പിടിക്കാൻ അവിടെ വേറൊരു ആൾക്കാരുണ്ടായിരുന്നല്ലോ. അത് പിന്നെ വേണ്ട. ഇനി നീ കിടന്ന് ഉരുളണ്ട. അവൾക്ക് എന്നൊക്കെ സൗന്ദര്യമുണ്ടല്ലോ, അതിൽ മയങ്ങിയിട്ടുണ്ടാവും നീ. നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഇഷ? അങ്ങനെയാണെങ്കിൽ നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇത്രക്ക് കഷ്ടപ്പെട്ട് നിന്നോട് കിടന്ന് കെഞ്ചേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് നിന്നെ വേണം ഇഷ. നീ ഇല്ലാതെ ജീവിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല. ഉറപ്പാണോ? ഇനിയും എന്നെ ചതിക്കില്ലല്ലോ? ഒരിക്കലുമില്ല. പിന്നെ നീ എന്താ ഇനിയും എന്നെ ചതിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നേ? ഞാൻ നിന്നെ മുമ്പ് ചതിച്ചിട്ടില്ല. നിന്നെ എന്നേക്കുമായി സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊരു വിവാഹം കഴിച്ചത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നേരിട്ടല്ലാതെ അതേക്കുറിച്ച് എനിക്ക് നിന്നോട് കൂടുതൽ പറയാൻ കഴിയില്ല. ഹലോ ചാരു, നീ എവിടെ കുരുപ്പേ? കോളേജ് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞതല്ലേ നീ? ഇന്നലെ ഞാൻ നിന്നെയും കാത്ത് കുറെ നേരം ബസ് സ്റ്റോപ്പിൽ നിന്നു. പിന്നെ കാണാതിരുന്നപ്പോ ഒരുപാട് തവണ വിളിക്കുകയും ചെയ്തു. പക്ഷെ നീ ഫോൺ എടുത്തില്ല. ഒന്നും പറയണ്ട മോളെ, നിന്നെ കാണാൻ വേണ്ടി തന്നെ ഒരുങ്ങിയതാ ഞാനും. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. നന്ദു, ഇനിയും നിന്നെ കാണാതിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഇനി നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വാ.
അതെന്തു പറ്റി? അപ്പൊ നീ ഇന്ന് കോളേജിലേക്ക് വരുന്നില്ലേ? ഇല്ല, എനിക്കൊട്ടും വയ്യ. നീ ഇവിടേക്ക് വാ, എല്ലാം ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. ആ ഓക്കെ. പിന്നെ ഞാൻ അവിടേക്ക് വന്നാ അവിടുത്തെ ഗാർഡ്സ് എന്നെ തടഞ്ഞു വെക്കുകയൊന്നുമില്ലല്ലോ? ഏയ്, ഞാൻ പറഞ്ഞോണ്ട്. നീ ഇവിടെ എത്തുമ്പോ എന്നെ ഒന്ന് വിളിച്ചാ മതി. ചാരു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വരദ ഡോറിന് മുട്ടിയത്. എന്നാ ശരി, നീ വിളിക്കട്ടോ. അവൾ ഫോൺ കട്ടാക്കി. ആടി, കയറി വാ, ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. ചാരു, എങ്ങനെയുണ്ടിപ്പോ? വേദന കുറവുണ്ടോ? കയ്യിലുള്ള ഭക്ഷണം ടേബിളിൽ വെച്ചുകൊണ്ട് വരദ അവൾക്കരികിൽ വന്നിരുന്നു. വേദന? മനസ്സിന്റെ വേദന കുറഞ്ഞപ്പോ ശരീരത്തിന്റെ വേദനക്ക് കുറവുണ്ട്. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മനസ്സിന്റെ വേദന എന്ത് കുറഞ്ഞോന്ന്? ഏട്ടൻ എന്ത് പറഞ്ഞാണ് ഞാൻ മയക്കിയെടുത്തത്? ദുഷ്ടനയാള്, ദുഷ്ടൻ. വരദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നും പറയില്ല മോളെ. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി പോയതല്ലേ, സാരമില്ല. എനിക്കതൊന്നും കുഴപ്പമില്ല. നിന്നെപ്പോലെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് എന്റെ ഏട്ടന്റെ ഭാഗ്യമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് ഏട്ടൻ മറന്നു പോകുന്നുണ്ട്. മുറിയുടെ പുറത്തു നിന്നും ദേവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവളെന്നെ കുറിച്ച് മോശമായൊരു വാക്കുപോലും പറയുന്നില്ലല്ലോ. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ സാരംഗി. ശരിക്കും നീ നല്ലവളാണോ, അതോ ഞാൻ കരുതുന്ന പോലെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മോശം പെണ്ണോ? അങ്ങനെയുള്ളൊരു പെണ്ണിന് എങ്ങനെയാ ഞാൻ ഇല്ലാതിരുന്നിട്ടും എന്റെ കുറവുകളെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്നത്? എന്താ ചേട്ടാ ഇവിടെ നിൽക്കുന്നത്? ചിന്തയിൽ മുഴുകി നിൽക്കുന്ന അവന് മുന്നിൽ വന്ന് നിൽക്കുന്ന വരദയെ കണ്ടിരുന്നില്ല. ഞാൻ മുറിയിലേക്ക് കയറാൻ നിന്നപ്പോ നിന്നെ അവിടെ കണ്ടു, അതുകൊണ്ട് നിന്നതാ. ഞാൻ ചാരുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ. എന്നിട്ട് അവൾ കഴിച്ചോ? ഇല്ല, വേണ്ടെന്നാ പറയുന്നേ. ഛർദിക്കാൻ വരുന്നുണ്ടത്രേ. അപ്പോ ഞാനൊരു ഷേക്ക് അടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്നാലും എന്റെ ഏട്ടാ, ഇത് കുറച്ച് കടന്നുപോയി. ചേട്ടന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മാണിക്യമാണ്. അതിനെ നഷ്ടപ്പെടുത്തിയ ചേട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാണ് മോളെ. ഞാൻ പോയി ഷേക്ക് എടുത്തിട്ട് വരാം. വരദ അതും പറഞ്ഞ് താഴേക്ക് പോയി. എന്താ ഫുഡ് കഴിക്കാത്തത്? എനിക്ക് വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. നിങ്ങളുടെ കാലുകൾ എന്റെ അടിവാരത്തിൽ പതിഞ്ഞപ്പോ തുടങ്ങിയ വേദനയാണ്, അത് മാറിയിട്ടില്ല. അവൾ അത് പറഞ്ഞപ്പോഴാണ് ദേഷ്യത്തിൽ അവൻ അവളുടെ വയറിൽ ചവിട്ടിയത് അവൻ ഓർത്തത്. ഡോക്ടറിനോട് പറഞ്ഞില്ല അവിടെ വേദനയുള്ളത്? അവൻ വിറയലോടെ ചോദിച്ചു. പറഞ്ഞിരുന്നു. 2 ദിവസം മരുന്ന് കഴിച്ചിട്ടും കുറവില്ലെങ്കിൽ സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി സ്കാനിങ് എടുത്തു നോക്കാം. വെറുതെ ദിവസങ്ങൾ നീണ്ടുപോയി റിസ്ക് എടുക്കണ്ടല്ലോ. ഹേയ്, അതൊന്നും വേണ്ട. ഞാൻ ഇനി എവിടേക്കുമില്ല. നിങ്ങൾ സമ്മാനിച്ച വേദന എന്റെ ശരീരത്തിൽ നിലനിന്നോട്ടെ. അതില്ലാതായ ഞാൻ ചിലപ്പോ അറിയാതെ നിങ്ങളെ സ്നേഹിച്ചു പോയാലോ? അവളുടെ ഓരോ വാക്കുകളും അവനിലുള്ള നോവിന്റെ ആഴം കൂട്ടിക്കൊണ്ടിരുന്നു. ദേവ് ടേബിളിലിരിക്കുന്ന ഭക്ഷണം എടുത്ത് അവൾ കരികിലിരുന്നു. കറിയും ഉപ്പേരിയും എല്ലാം കുഴച്ച് ഒരു പിടി അവൾക്ക് നേരെ നീട്ടി. അവന്റെ പ്രവൃത്തി കണ്ട് ചാരു അതിശയിച്ചു നിന്നുപോയി. നാ കഴിക്ക്. അവൾ വായ തുറക്കാതിരിക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു. ആദ്യമായി അവൻ വെറുപ്പോടെയല്ലാതെ അവൾക്ക് നേരെ നീട്ടിയ ഭക്ഷണത്തെ നിരസിക്കാൻ അവൾക്ക് തോന്നിയില്ല. വയറിനുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടെങ്കിലും അവൾ വാതുറന്നത് കഴിച്ചു. ഞാൻ ചെയ്തുപോയ ഒരു വലിയ തെറ്റ് കാരണം നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ തീച്ചുളയിൽ നേരെ ഞാൻ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നീ മറ്റൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഹേയ്, നിങ്ങൾ എന്നെ പ്രണയിക്കുമെന്നോ എന്നെ ഒരു ഭാര്യയായി അംഗീകരിക്കുമെന്നോ ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അർഹിക്കാത്തതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഷേക്കുമായി അവിടേക്ക് വന്ന വരദ കണ്ടത് ചാരുവിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ദേവിനെയാണ്. അത് കണ്ടപ്പോ അവൾ ചെറു ചിരിയോടെ തിരിച്ചു പോവാനൊരുങ്ങി. അപ്പോഴാണ് ചാരു ഛർദിക്കുന്ന ശബ്ദം കേട്ടത്. തുടരും.